ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദിലീപ് ശബരിമലയിൽ കയറി. അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പോലീസ് കേസെടുക്കുന്നു, പിന്നെ കോടതിയുടെ പരാമർശം വരുന്നു. അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. അപ്പൊ ആ വാർത്ത നിങ്ങൾ കണ്ടു കാണും. എന്നാലും ഞാനിവിടെ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെക്കാം. ശബരിമലയിൽ നടൻ ദിലീപ് VIP പരിഗണനയിൽ ദർശനം നടത്തിയ സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതി. വിഷയം ചെറുതായി കാണാനാകില്ലെന്ന് നിരീക്ഷ കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടി. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകി. ശ്രീകാന്ത് വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീകാന്ത്, കോടതി ആ വിഷയം കുറച്ചധികം ഗൗരവത്തിൽ തന്നെ കാണുന്നെന്ന് തോന്നുന്നു. ആ VIP ദർശനം ശബരിമലയിൽ സാധാരണഗതിയിൽ നടക്കാറുള്ളതാണ് ഇത്തരത്തിലുള്ള VIP ദർശനം. അതിപ്പോൾ ദിലീപ് എന്നല്ല, മറ്റ് പല ആളുകളും ഇത്തരം സാഹചര്യം ഉപയോഗപ്പെടുത്താറുമുണ്ട്. രാഷ്ട്രീയക്കാരുണ്ട്, അതിൽ ഹൈക്കോടതി ജഡ്ജിമാരുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ കോടതി മലയിറക്കി വിട്ട സുനിൽ സ്വാമി എന്ന പാലക്കാടുകാരനായ സുനിൽകുമാറുണ്ട്. അങ്ങനെ പലരുമുണ്ട്. ഇതിപ്പോൾ ദിലീപിന്റെ കേസിലും സമാനമായ രീതിയിൽ കോടതി കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ്. പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ഇയാൾ ദർശനത്തിനെത്തിയത് എന്ന് കോടതി ചോദിക്കുന്നു. ദിലീപും സംഘാംഗങ്ങളുമാണ് ദർശനം നടത്തിയതെന്ന് ദേവസ്വം ബോർഡ് മറുപടി നൽകി. എത്ര പേരാണ് ഈ ഹരിവരാസന സമയത്ത് ശ്രീകോവിലിന് മുന്നിൽ നിരന്നു നിന്നത് എന്ന് കോടതി ചോദിച്ചു. മറ്റുള്ളവരുടെ ദർശനം മുടങ്ങിയില്ലേ? സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം ദർശനത്തിന് ഭംഗം വരുത്തുകയല്ലേ ചെയ്തത്? അവരെ എന്തിനാണ് നിങ്ങൾ തടഞ്ഞത്? ദർശനം ലഭിക്കാതെ മടങ്ങിയവർ ആരോട് പരാതി പറയും? മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുത്തിയിട്ടാണോ ഇത്തരം ആളുകൾക്ക് ദർശനം നടത്തേണ്ടത്? ഹരിവരാസന സമയത്ത് അവസാനം വരെ നിൽക്കാൻ ആർക്കും പ്രിവിലേജ് ഇല്ല എന്നും കോടതി പറയുന്നുണ്ട്. ദിലീപിനെ ഈ ഹർജിയിൽ കക്ഷി ചേർക്കും എന്നും കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നു. പോലീസിന് ഒരു ചുമതലയും അവിടെ നിർവഹിക്കാനില്ലേ എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിക്കുന്നുണ്ട്. കോടതി ലക്ഷ്യ നടപടികൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ സ്വീകരിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഈ കാര്യത്തിൽ കോടതിയും പോലീസും എടുത്ത തീരുമാനങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. പക്ഷെ ചിലരുടെ കാര്യത്തിൽ മാത്രം പോലീസ് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്രം ഒരു കൺഫ്യൂഷനാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ VD സതീശൻ ഇതേ കണക്ക് ഇവിടെ പോയിരുന്നു. പിറ്റേന്ന് പോലീസ് കേസ് ഉണ്ടായില്ല. ഇതുപോലെ തന്നെ ഈ സിസ്റ്റം തന്നെ തെറ്റാണ്. ശരിക്കും പണം കൊടുത്താൽ ദൈവത്തെ അല്ലാതെ കാണാം, മന്ത്രിമാർക്കാണെങ്കിലും സിനിമാ നടന്മാർക്കാണെങ്കിലും അല്ലാതെ കാണാം. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പോയി നിൽക്കുക. ഇത്രയുള്ള ദൈവത്തിന്റെ വില മനസ്സിലായില്ലേ? VIP സെറ്റപ്പ് പോലും എന്തിനാ അതിന്റെ ആവശ്യം എന്താ? എല്ലാരും മനുഷ്യരല്ലേ? അവര് കൂട്ടത്തോടെ ഇനിയിപ്പം ശബരിമല കൂട്ടം കൂടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? എത്ര നടന്മാർ ഇപ്പൊ ഉണ്ണി മുകുന്ദനൊക്കെ പോയല്ലോ, ഒരു VIP ഇതിന്റെ ഇല്ലാതെ അയാള് സാധാരണ ആളൊക്കെ മലയൊട്ടി കയറിപ്പോയി. എന്താണ്? അല്ലെങ്കിൽ തന്നെ ശബരിമലയിൽ എന്താണ് കൂട്ടത്തിന്റെ പ്രശ്നം? അവിടെ കൂട്ടമാണ്, കൂടുന്ന സ്ഥലമാണ് ശബരിമല. അപ്പം സിസ്റ്റമാറ്റിക്കായിട്ടും അത് എന്ത് ന്യായമാണ് ശബരിമലയെ സംബന്ധിച്ച് ഈ നായകന്മാരായാലും പ്രതിപക്ഷ നേതാവായാലും ഒക്കെ പോകുന്നതിൽ ഇതുള്ളത്. പിന്നെ ദിലീപിന് മാത്രമായിട്ടൊരു പ്രത്യേക നിയമം. ദിലീപിനെ കാണുമ്പോൾ കോടതിക്കും പോലീസിനും ഒക്കെ ഒരു കുഴപ്പം. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള കുഴപ്പം. ഒരാള് തെറ്റുകാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല. ഇനി അയാൾ തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും അയാൾ തെറ്റുകാരനാണ് എന്ന് ഒരു സമൂഹം വിലയിരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ കണ്ണിൽ അയാൾ ഒരു തെറ്റുകാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന എല്ലാം കുറ്റമാണ്. മനസ്സിലായില്ലേ? ഈ പ്രതിപക്ഷ നേതാവിനും അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ, ആഭ്യന്തരമന്ത്രിയൊക്കെ എന്താ പറയുന്നേ, ഒന്നുമില്ലാത്ത എന്ത് സിസ്റ്റം. ആഭ്യന്തരമന്ത്രിയല്ല, ഈ സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാരൊക്കെ പോയിരുന്നു. ഇതൊക്കെ VIP ഇതിൽ പോയിരുന്നു. അവിടെ പോയി നിന്ന് സോപാനം പാടുന്നതുവരെയൊക്കെ നിന്ന് ദർശനം നേടുന്നു. അപ്പൊ അവർക്കൊക്കെ എന്താണ് അവിടെ പ്രത്യേകത? ദൈവത്തിന്റെ മുമ്പിലും വലിയവൻ ചെറിയവനൊക്കെ ഉണ്ടോ? ദൈവമാണെങ്കിൽ, ഞാൻ വിശ്വാസികല്ല, എന്നിരുന്നാലും ചോദിക്കുവാണ്. കാശുള്ളവൻ ഒരു പ്രത്യേക ക്യൂ, ഒരു പ്രത്യേക പരിഗണന. അവർക്ക് 18ാം പടി ചവിട്ടണമെങ്കിൽ ചവിട്ടാം, ഇല്ലെങ്കിൽ അല്ലാതെ ഡയറക്റ്റ് വരാം. എങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ പോകുന്നത്? മനസ്സിലാവുന്നില്ല. സാധാരണക്കാർക്ക് മാത്രം എന്തിനാണ് ഇത്രയും വലിയ പ്രക്രിയ, ഇത്രയും ഇതൊക്കെ? എല്ലാവർക്കും അങ്ങനെ ഒരു 1000 രൂപ ഉള്ളവൻ, ഇനി പിന്നെ 1000 രൂപ ഉള്ളവൻ അതനുസരിച്ച് കേട്ടെ. ടൂറിസ്റ്റ് കേന്ദ്രം പോലെ എല്ലാവർക്കും 1000 രൂപയുടെ ടിക്കറ്റ് കൊടുത്ത് കയറ്റി കാണിക്കുന്നു. ആ സിസ്റ്റം പോരെ? അപ്പൊ എന്തായാലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോയതും കൂടെ നമുക്കൊന്ന് കാണാം. കുറച്ചു മുമ്പ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശബരിമല ദർശനം നടത്തിയതിന്റെ വീഡിയോ കൊണ്ട് അടിയിൽ പ്ലേ ആവുന്നുണ്ട്. സംഗതി പോലീസ് അകമ്പടിയിലാണ് അങ്ങേര് പോകുന്നത്. 18ാം പടിയൊക്കെ തിരക്കിലൂടെ കയറുന്നുണ്ട്. അവിടെ ദർശനത്തിന്റെ സമയത്ത്, അയ്യപ്പ ദർശനത്തിന്റെ സമയത്ത്
നടയുടെ മുന്നിൽ നിന്നിട്ട് ആശാൻ അത്രയും സമയമെടുത്ത് മൂപ്പർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ തൊഴുന്നുണ്ട്. ബാക്കിൽ പോലീസുകാർ അതിൻ്റെ ബാക്കിൽ കൂടി പോകുന്ന ബാക്കി നോർമൽ സാധാരണക്കാരായിട്ടുള്ള ഭക്തരെ അങ്ങനെ ഒരു സെക്കൻഡ് ഇങ്ങനെ അയ്യപ്പനെ കാണിച്ചു കൊടുക്കും, തള്ളി മാറ്റും. മൂപ്പരവിടെ നിന്നിട്ട് മൂപ്പരുടെ ആവശ്യമുള്ള ഒഴിച്ചിലും പിഴിച്ചിലും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതന്നെയല്ലേ കഴിഞ്ഞ ദിവസം ദിലീപിൻ്റെ കാര്യത്തിലുണ്ടായത്. അപ്പോൾ കോടതിയുടെ പരാമർശം VIP എന്തൊക്കെയോ പരിപാടികൾ പറഞ്ഞു കേട്ടിരുന്നല്ലോ. ഇതിപ്പോൾ എന്താ കഥ? സാധാരണ പോകുന്നൊരു ഭക്തന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയവും പ്രയോറിറ്റിയും ഇവിടെയും കിട്ടിയിട്ടുണ്ട്, ദിലീപിനും കിട്ടിയിട്ടുണ്ട്, ഇവിടെയും കിട്ടുന്നുണ്ട്. ആർക്കും കൊടുക്കാൻ പാടില്ല, എല്ലാവർക്കും ഒരുപോലെ ഈക്വലി, അതല്ലേ വേണ്ടത്. അന്ന് ഭയങ്കര കച്ചറ ഉണ്ടാക്കിയെന്നല്ലോ, ആർക്കും ഒന്നും പറയാനില്ലേ. എന്താ അല്ലേ പൊളിറ്റിക്സ് ഒക്കെ ഉള്ള ഇപ്പൊ പൊളിറ്റീഷ്യന്മാരൊക്കെ ആണെങ്കിൽ ഒരു വിഷയമില്ല, VD സതീശിന് പോകാം, അവിടെ എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. ദിലീപ് അവിടെ നിന്നതിനെക്കാട്ടും കൂടുതൽ സമയം VD സതീശിന് അവിടെ നിൽക്കുന്നു. എന്തുകൊണ്ട് കോടതി കേസെടുക്കുന്നില്ല? ഞാനിപ്പം ഒരു വീഡിയോ കൂടെ ഇവിടെ കാണിക്കാം. ഇത് സംസാരിക്കാനുള്ള മെയിൻ കാരണം, ഇത് നമ്മുടെ ശ്രീലേഖ IPS, നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു കാലത്ത് കേരളത്തിന്റെ കണ്ണിലുണ്ണിയായ, പിന്നീട് ഒരിക്കൽ ദിലീപിന് വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ സിസ്റ്റത്തിന് അല്ലെങ്കിൽ പോലീസ് സേന ഈ കൃത്യമായി ഇങ്ങനെ ഇപ്പൊ കോടതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, കോടതിയിൽ ഒരു ആക്ഷൻ വരുമ്പോൾ അതിനകത്ത് കോടതി അഭിപ്രായങ്ങൾ പറയും, അതിനകത്ത് ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കും, പരാതിയില്ല നേരത്ത്. ബാക്കി ഈ പോലീസിനൊക്കെ എന്തുകൊണ്ട് ദിലീപിനോട് ഇത്രയേറെ വൈരാഗ്യം? അതിൽ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനെപ്പറ്റി ദിലീപ് ഒരു നിരപരാധിയാണ്, പോലീസിനാണ് ഇദ്ദേഹത്തെ കൊടുക്കേണ്ടത്, അതിന്റെ പുറകിൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ശ്രീലേഖ വേണം. അപ്പൊ ഇപ്പൊ അത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് അതായത് ഒന്ന് കാണാം. ദിലീപിന്റെ പക്ഷമാണ് ഞാൻ. ഒരു DGP തന്നെ പറയുന്നു അത് ഞങ്ങള് തെളിവിന് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത എവിഡൻസ് എന്ന് പറയുന്നു. അൺബിലീവബിൾ. അപ്പൊ അതിന്റെ പുറകിലുള്ള ആൾക്കാർ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, ഇതെല്ലാം ഇപ്പൊ ക്ലിയർ ആണ്. പക്ഷെ എനിക്കിപ്പോ അത് പറയാൻ പറ്റില്ല. എനിക്ക് ഈ കേസ് തീരാൻ പോണില്ല എന്ന് എനിക്കറിയാം. ദിലീപിന്റെ കാര്യത്തിലും ഞാൻ ചെന്നത് കാര്യങ്ങളെല്ലാം എല്ലാവരോടും വിശദീകരിച്ചു, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് വിശദീകരിച്ചു. ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ളത് അറിയാം, പക്ഷെ ദേ വോണ്ട് അക്സെപ്റ്റ് ഇറ്റ്. അതിങ്ങനെ മനഃപൂർവ്വം ഡ്രാഗ് ചെയ്ത് ഏതറ്റം വരെയും തീർത്ത് കഴിഞ്ഞാൽ പൊളിയുമല്ലോ. ശ്രീലേഖ ചോദ്യം ചെയ്യും, ശ്രീലേഖയെ അറസ്റ്റ് ചെയ്യും, ശ്രീലേഖ കേസിൽ പ്രതിയാവും. ആരെന്ത് ചെയ്തു? ഒറ്റ മനുഷ്യൊന്നും ചെയ്തില്ലല്ലോ. എന്തുകൊണ്ടാണെന്നറിയാം? എനിക്കും വിശ്വസിക്കാൻ ഇഷ്ടമായിരുന്നു ഒരു പെൺകുട്ടിയെ പിടിച്ച കാര്യമാണ്. അപ്പൊ ഞാൻ ആ പെണ്ണിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. ഈ ദിലീപിനെ ഞാൻ ജയിലിൽ ഇങ്ങനെ അവശ നിലയിൽ കാണുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സാധാരണക്കാരിയല്ല, ഒരു IPS ഉദ്യോഗസ്ഥയാണ്. ശരിക്കും ഇദ്ദേഹം പ്രതിയാണെങ്കിൽ, ഈ കേസിൽ പ്രതിയാണെങ്കിൽ, നിങ്ങൾക്കൊപ്പം നമ്മളും എല്ലാവരും കല്ലെറിയും. അത് കഴിഞ്ഞിട്ട് അയാൾ ശിക്ഷ കഴിഞ്ഞ് വരാൻ നേരത്ത് പിന്നെ ഇയാളെ കല്ലെറിയാനൊന്നും കൂടെ നിൽക്കത്തില്ല. കാരണം ഇതിനകത്ത് മനുഷ്യത്വം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഏതൊരു കുറ്റമായാലും ചെയ്ത ഒരാൾക്ക് ചെയ്തത് വലിയ കുറ്റം തന്നെയാണ്. അയാളെ പിന്നെ അയാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യാവകാശ ലംഘനമാണ്. പിന്നെ അയാളെ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ നിരപരാധി തന്നെയാണ്. ഇവിടുത്തെ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം നിരപരാധിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പണത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്. ഈ പോലീസ് കേസിൽ പൊതുവെ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം കുറച്ച് സമയങ്ങളൊക്കെ ചോദിച്ചതിനപ്പുറം പോലീസ് ഒരുപാട് സമയം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് പുതിയ പ്രതികളെ കൊണ്ടുവരുന്നത്, ബാലേന്ദ്രൻ അടക്കമുള്ള കുറെ പ്രതികളെ കൊണ്ടുവരുന്നിരുന്നു. അഫ്കോഴ്സ് അത് ആവശ്യമാണെങ്കിൽ കൊണ്ടുവരുന്നതിൽ തെറ്റില്ല. കാര്യം ഒരു ഘട്ടത്തിൽ നടിക്ക് നീതി കിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ദിലീപിന്റെ കാര്യത്തിൽ ദിലീപിനെ ശിക്ഷിക്കണം എന്ന് കരുതുന്ന ഒരാൾക്കാർ ദിലീപിന് ഈ ഒരു തെളിവും കൂടെ അടിസ്ഥാനമാക്കണം എന്നുണ്ടായതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. പിന്നെ പോലീസിനെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസൊക്കെ വന്നു. കോടതി ചെന്നപ്പോൾ പുല്ലുപോലെ വലിച്ചെറിഞ്ഞു. അതൊക്കെ എന്തിനാണ് പോലീസ് ചെയ്തത്? പോലീസിന് ഒരു കഥ ഉണ്ടാക്കുകയാണ്. ഈ പോലീസിന് എന്തിനാണ് ഈ വ്യക്തിയോട് ഇത്ര വലിയ വിദ്വേഷം എന്തിനാണ്? അല്ലെങ്കിൽ കേരളത്തിന്റെ സർക്കാരിന് എന്തിനാണ്? സിസ്റ്റത്തിന് എന്തിനാണ്? അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊതു സമൂഹം എന്നല്ല, ഒരു കൂട്ടര് അദ്ദേഹത്തെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നല്ല ശതമാനമാണ്. അത് മുഴുവൻ പൊതുസമൂഹമാണെന്നൊന്നും പറയാൻ പറ്റരുത്. അയാൾ നിരപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരും കൂടെ ഉണ്ട്. അതും നല്ലൊരു ശതമാനമുണ്ട്. അത് എന്താ പറയുക, അവർക്ക് വെളിയിലിറങ്ങി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറി കേൾക്കും. അപ്പൊ അയ്യാൾക്ക് വേണ്ടി തെറി കേൾക്കാൻ വേണ്ടിയൊന്നും അത്ര വലിയ കാര്യമൊന്നും അവർക്ക് വേണ്ടി ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നിൽക്കുന്നില്ല. പിന്നെ കുറെ സിനിമയിലുള്ള കുറെ ആൾക്കാർ അയാൾ കാരണം മുന്നോട്ട് പോയ ഒരുപാട് പേരുണ്ട്.
അതെന്തോ ആയിക്കോട്ടെ, ഇതെന്തായാലും ഈ ഇപ്പോ കാണിച്ച ഈ പരിപാടി ശരിയാണെന്ന് തോന്നുന്നില്ല. കോടതി ആയാലും സിസ്റ്റം ആയാലും പോലീസായാലും. ഇവിടെ ദിലീപ് എന്ത് കുറ്റം ചെയ്തു അത് തന്നെയാണ് സുരേഷ് ഗോപി ചെയ്തത്. അതിനുശേഷം ഇപ്പോ ഈ പറയുന്ന VD സതീശനും ചെയ്തത്. കേസെടുക്കുമെങ്കിൽ എല്ലാവർക്കും എതിരെ എടുക്കാം. ഒരേ നീതി നടപ്പാവട്ടെ. പാവപ്പെട്ടവൻ ആയതുകൊണ്ട് പാവപ്പെട്ടവനാണെങ്കിൽ ഇപ്പൊ എപ്പോഴേ കേസ് എടുത്തന്നെ, അത് വേറെ കേസ്. ഇവിടെ VIP ഇതിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആട്ടോ ഒക്കെ കൂടുമ്പോൾ ഒരു കൂട്ടർക്ക് കേസ്, ഒരു കൂട്ടർക്ക് കേസില്ല. ഇതൊരു നല്ല രീതിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാവർക്കും ഈ സിസ്റ്റം തന്നെ തെറ്റാണ്. ഈ പണം കൊടുത്തിട്ട് 1000 രൂപയും 10,000 രൂപയൊക്കെ കൊടുക്കാൻ നേരത്ത് കയറ്റി വിടുന്ന സിസ്റ്റം തന്നെ തെറ്റാണ്. VVIP എന്നുള്ളത് അവിടെ വരുന്നവൻ ശബരിമല സന്ദർശിക്കാനാണ് വരുന്നതെങ്കിൽ, ആ നടയിൽ പോയി തൊഴുവാനാണ് വരുന്നതെങ്കിൽ അവൻ ആ മല കയറി തന്നെ വരണം. മനസ്സിലായില്ലേ? അവൻ എന്തിനാണ് ഈ VVIP സെറ്റപ്പ്? എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. അവൻ അത് തൊഴുവാനാണ് വരുന്നതെങ്കിൽ അത് കൃത്യമായ അവിടുത്തെ നിയമങ്ങൾ പാലിച്ച് അവിടുത്തെ വ്രതങ്ങൾ അനുഷ്ഠിച്ച് വേണം വരാൻ. അത് അല്ലാത്തവനെ അതിനകത്ത് വന്ന് തൊഴുകണ്ട, ദൈവത്തെ കാണണ്ടെന്ന് വിചാരിക്കണം. ബാക്കി ഇപ്പൊ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം മന്ത്രിമാരവിടെ വരുന്നു എന്ന് വെച്ചാൽ അമ്പലത്തിൽ വന്ന് തൊഴുവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവര് ഈ പറയുന്ന അതിന്റെ ആവശ്യത്തിന് വരുന്നവര് അതിൻ്റെതായ ഓഫീസും മറ്റു കാര്യങ്ങളിലും അവരെ നിർത്തുക. അല്ലാതെ അമ്പലത്തിൽ കൊണ്ടുവന്ന് തൊഴിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു എന്താ പറയുക സർക്കാസിസം അതിന്റെ ആവശ്യമില്ല. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.